ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈലാൻഡ് വ്ളോഗ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ചാൾ മുന്നേ നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാംസങ് A55 5G എന്ന മൊബൈലിന്റെ ഒരു അൺബോക്സിംഗ് ആയിരുന്നു. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ഇടായിരുന്നെന്ന്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഫ്രെയിമിന്റെ കാര്യമാണ്. ഫ്രെയിമിന്റെ കാര്യം തന്നെ A53 അതുപോലെ A54 അങ്ങനെയുള്ള മൊബൈൽസിലൊക്കെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് സാംസങ് കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഒരു മെറ്റാലിക് ഫ്രെയിമാണ്. അതുകൊണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് വിത്ത് പ്ലസിന്റെ സപ്പോർട്ട് ഉണ്ട്. അതായത് ഗ്ലാസ് ആണ് ഫ്രണ്ടും ബാക്കും. അങ്ങനെ നമ്മുടെ തറയിൽ വീണാലും അധികം പൊട്ടുന്ന കാര്യങ്ങൾക്ക് ഒന്നും പേടിക്കുന്നത്. ഇപ്പോൾ ഫോണിന് 213 ഗ്രാം ആണ് വരുന്നത്. അതായത് ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ പിടിക്കും, നല്ല രീതിക്ക് വെയിറ്റ് തോന്നും. ഫസ്റ്റ് ഡേ ഒക്കെ നല്ല രീതിക്ക് വെയിറ്റ് തോന്നും. പിന്നെ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ഇണങ്ങിക്കോളും. പിന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അധികം വെയിറ്റ് ഒന്നും തോന്നില്ല. 213 ഗ്രാം ആണ് ഉള്ളത്. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. USB ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 25 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ഒരു 1.5 അവറിലോ അല്ലെങ്കിൽ 2.5 അവറിലോ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫുൾ ചാർജ് ആകും. പിന്നെ ഇതിന്റെ സിം ട്രേ വരുന്നത് മുകളിലായിട്ടാണ്. ഹൈബ്രിഡ് സിം ട്രേ ആണ് വരുന്നത്. അതായത് ഒരു സമയം 2 സിമ്മോ അല്ലെങ്കിൽ ഒരു നാനോ സിമ്മോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഇതിലേക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ സാംസങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പല മൊബൈലുകൾക്കും സാംസങ് ആണ് ഇങ്ങനെ ഡിസ്പ്ലേകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ സാംസങ്ങിന്റെ ഒരു ഫോണിന് അവര് മോശം ഡിസ്പ്ലേ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. സെൻട്രൽ പഞ്ച് ഹോൾ ക്യാമറയിലൂടെ ഒരു മനോഹരമായ ഡിസ്പ്ലേ തന്നെയായിരുന്നു സാംസങ്ങിൽ നമുക്ക് വരുന്നത്. അത് തന്നെ ഫുൾ HD റെസൊല്യൂഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 സ്മൂത്ത് റിഫ്രഷ് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വട്ടം സാംസങ് പുറത്തിറങ്ങിയ സാംസങ് A54 അതുപോലെ തന്നെ 53 അതിന്റെയൊക്കെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുമ്പോൾ 1000 mAh ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ സാംസങ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് 1600 ഹെർട്സ് ആണ്. അതായത് ബ്രൈറ്റ്നസ് നമുക്ക് വെയിലത്ത് നിന്നാലും ഔട്ട്ഡോറിലായാലും ഇൻഡോറിലായാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. ഇൻ കേസ് നമ്മൾ ഔട്ട്ഡോറിൽ നല്ല സൺസെറ്റ് ഉള്ള ഒരു ടൈം ആണെങ്കിൽ പോലും നമുക്ക് മൊബൈൽ ഓൺ ആക്കിയാൽ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് നമുക്ക് കൂടുന്നതായിരിക്കും. അത് സാധാരണ മൊബൈലിലൊക്കെ ആട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ടാൽ മാത്രമേ തന്നെ വരികയുള്ളൂ. പക്ഷേ ഇതിന്റെ ഒരു കേസ് പറഞ്ഞാൽ നമുക്ക് വെട്ടമില്ലാത്തടത്താണെങ്കിൽ തന്നെ ബ്രൈറ്റ്നസ് കുറയുകയും വെട്ടമുള്ളടത്താണെങ്കിൽ തന്നെ ബ്രൈറ്റ്നസ് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയും 25 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജിനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് കയറാനും അതുപോലെ തന്നെ ഒരു ദിവസമൊക്കെ എന്റെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബോക്സിൽ ചാർജർ വരുന്നില്ല. അത് സെപ്പറേറ്റ് നമുക്ക് മേടിക്കേണ്ടി വരും. സി പോർട്ട് കേബിൾ മാത്രമാണ് വരുന്നത്, ബോക്സിൽ ചാർജർ വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും 12 മെഗാപിക്സൽ ഔട്ടർ വൈഡ് ആംഗിൾ ക്യാമറയും അതുപോലെ തന്നെ 5 മെഗാപിക്സൽ മൈക്രോ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന നമ്മുടെ കുറച്ച് ക്യാമറ ടെസ്റ്റ് ഫോട്ടോസ് അതിൽ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളത് കാണിച്ചു തരും. ഇത് നമ്മുടെ 4K HD വീഡിയോ ആണ്. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ക്യാമറ, നല്ല ഡീറ്റെയിലിംഗ് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വൈഡ് ആയാലും വൈഡ് ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. വൈഡ് നമുക്ക് നല്ല ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയും മോശം പറയേണ്ട കാര്യമില്ല. നല്ല രീതിക്ക് തന്നെ റിവ്യൂയും കാര്യങ്ങളും പറയാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ് A55 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ മൊബൈൽസ് ഒന്നും അങ്ങനെ വരുന്നില്ല. പ്രൈമറി ക്യാമറയിൽ HDR വീഡിയോ എടുക്കാൻ സാധിക്കും. അതായത് 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയിൽ HDR വീഡിയോ എടുക്കാൻ സാധിക്കും. അതുപോലെ 2x പോലും 30/s HD വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് സെൽഫി ക്യാമറയിലും പറ്റും, ബാക്ക് ക്യാമറയിലും പറ്റും. അതുകൊണ്ട് തന്നെ വ്ലോഗിംഗ് ക്യാമറ ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ എല്ലാ ക്യാമറ ആംഗിളും, അതായത് അൾട്രാ വൈഡ്, 50 മെഗാപിക്സൽ, 2x, 1x, സെൽഫി ക്യാമറ, അതിലെല്ലാം നമുക്ക് 4K HD വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ സെൻസർ ഇതിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ഓടുകയാണെങ്കിലും അതുപോലെ വണ്ടിയിൽ പോകുമ്പോഴും അങ്ങനെയുള്ള രീതിയിലൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുലുക്കമുള്ള രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോയിൽ അത് അനുഭവപ്പെടുന്നില്ല. പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതുപോലെ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഒരു ആൻഡ്രോയിഡ് മൊബൈൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും സാംസങ് ആണ് ഈ ഒരു അപ്ഡേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് മഴയത്ത് നിന്ന് യൂസ് ചെയ്താലും അതുപോലെ തന്നെ വെള്ളം നനഞ്ഞാലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ NFC സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് ടാപ്പ് ടു പേ
ടാപ്പ് ടു പേ ചെയ്യാൻ കഴിയും. ഗൂഗിൾ പേ ആയാൽ പോലും നമുക്ക് ടാപ്പ് ടു പേ ഇതിലൂടെ ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇത്ര നാളും കൊണ്ട് ഞാനൊരു മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറയാൻ അടിപൊളി ഡിസ്പ്ലേ ആണ്. നമുക്ക് സിനിമകളൊക്കെ കാണുന്നതായാലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതായത് മ്യൂസിക് കേൾക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇയർഫോൺ കുത്താനുള്ള ഒരു പോർട്ട് ഇല്ല. അതായത് എയർപോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയൂ. സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ പ്രത്യേകം അടിപൊളി നല്ല മ്യൂസിക് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഡോൾബി ഓഡിയോ ആവശ്യമുള്ള മൂവീസ് കാണുമ്പോഴത്തേക്കും അതിന്റെ ക്ലിയർ വിഷ്വൽസ്, അതായത് ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന മൂവീസ് ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ അടിപൊളിയായിട്ട് നമുക്ക് നല്ല ക്ലിയർ എക്സ്പീരിയൻസ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. പ്രൈമറി ക്യാമറയിൽ നമുക്ക് 50 മെഗാ പിക്സൽ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് 4K റെസൊല്യൂഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. അതായത് ഐഫോണിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഇതിലും കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു നൈറ്റിലാണ്, രാത്രിയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാംസങ് A55 മൊബൈലാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും ഈ ക്യാമറയുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന്. പിന്നെ പോകെ ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് ഈ ഒരു ഫോണിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റിയും അതിന്റെ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ എത്തിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ തന്നെ വീഡിയോസ് വരുന്നവരെ എല്ലാവർക്കും ബൈ.